ഇന്ന് ഇന്ത്യയിൽ ഒട്ടനവധി മരുന്നുകൾ വെയിറ്റ് കുറയ്ക്കുന്നതിനായിട്ട് ലഭ്യമാണ്. ഉദാഹരണത്തിന് ടെർസിപ്പാറ്റൈഡ് എന്ന മോളിക്യൂൾ, അതുപോലെ സെമാഗ്ലൂട്ടൈഡ് എന്ന മോളിക്യൂൾ, ഇതൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ പലരെയും സഹായിക്കുന്ന മോളിക്യൂളാണ്. അപ്പോൾ പലപ്പോഴും പേഷ്യൻസിന് ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, എന്തിനാണ് ഇത്തരം മരുന്നുകൾ വെയിറ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത്? ഡോക്ടറെ, നമുക്ക് എക്സസൈസ് കൃത്യമായി ചെയ്തുകൊണ്ട് ഡയറ്റ് പരമാവധി പിടിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴുള്ള പല പഠനങ്ങളും തെളിയിക്കുന്നത് എക്സസൈസും ഡയറ്റും ഒരാളുടെ വെയിറ്റ് കുറയ്ക്കുന്നതിന് വലിയ രീതിയിൽ സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങളുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് സഹായിക്കുന്നത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളുടെ സഹായം നമ്മൾ തേടേണ്ടി വരും. എന്താണ് ഒരാൾ ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഹൈപ്പോ കാലറിക് ആയിട്ടുള്ള ഡയറ്റ്, അതായത് വളരെയധികം കാലറികൾ കുറച്ചുകൊണ്ടുള്ളൊരു ഡയറ്ററി റെസ്ട്രിക്ഷൻ വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ ബോഡിയിൽ പല മെറ്റബോളിക് അഡാപ്റ്റേഷൻസ് സംഭവിക്കും. അതായത് ഹങ്കർ ഹോർമോണുകളുണ്ട് നമ്മുടെ ബോഡിയിൽ, വിശപ്പ് കൂട്ടുന്ന ഹോർമോൺ. ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഡയറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഇത്തരം ഹങ്കർ ഹോർമോണുകളൊക്കെ നമ്മുടെ ബോഡിയിൽ കൂടിക്കൊണ്ടിരിക്കും. ഗ്രെലിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺ കൂടി വരും. അപ്പോൾ നമ്മുടെ വിശപ്പ് കൂടും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാറ്റ് ബേണിംഗ് കപ്പാസിറ്റി, ബോഡിയുടെ ഫാറ്റ് ബേണിംഗ് കപ്പാസിറ്റി കൂടുതലായിട്ട് എക്സസൈസ് ചെയ്ത് വരുമ്പോൾ കുറഞ്ഞു വരും. അതായത് ബോഡി തന്നെ നമ്മുടെ വെയിറ്റ് കൺസേർവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു തിയറിയാണ്, നമ്മളെപ്പോഴും കാലറി കൗണ്ട് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ബേസ് ലൈൻ കോർട്ടിസോൾ, അല്ലെങ്കിൽ പെർസീവ്ഡ് സ്ട്രെസ്സ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കൂടുന്നത് മൂലവും വെയിറ്റ് റീഗെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഒത്തിരി കാലം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഡയറ്റും സ്ട്രിക്റ്ററായിട്ടുള്ള മറ്റ് എക്സസൈസ് റെജിമെൻസും ഫോളോ ചെയ്യുന്ന സമയത്ത് അത് ഫെയിലായിട്ട് വീണ്ടും വെയിറ്റ് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാനാണ് മിക്കവാറും നമ്മൾ ഇത്തരം മരുന്നുകൾ, ആൻറ്റി ഒബിസിറ്റി മെഡിക്കേഷൻസ്, അതായത് വെയിറ്റ് കുറയ്ക്കാനുള്ള മരുന്നുകൾ, അതോടൊപ്പം ബാരിയാട്രിക് സർജറി. ഇപ്പോൾ BMI ഒക്കെ നിങ്ങൾ 40 മുകളിലാണെങ്കിൽ ബാരിയാട്രിക് സർജറിയും ഒരു ഓപ്ഷനായിട്ട് പറയുന്നുണ്ട്. അപ്പം അത്തരം ഓപ്ഷൻസൊക്കെ രോഗികൾക്ക് കൊടുക്കുന്നത്. താങ്ക് യു. Stay healthy. Follow for more.